എന്റെ പണി തീർന്നു. ഷാർജയിൽ നടക്കും ഇന്ത്യ പാക് മാച്ച്. അഫ്രീദി കളഞ്ഞു സച്ചിന്റെ ക്യാച്ച്. നീ എന്തിനാ ചാടി വീണന്റെ പുറം പൊളിച്ചത്? എങ്ങനെയുണ്ട്? നിങ്ങളുടെ മാഡം എന്താ ഹൈ ജമ്പിന് പോവാണോ? താങ്ക് യു താങ്ക് യു താങ്ക് യു. നിങ്ങൾ എല്ലാവരും എന്തിനാണ് കൈകൊട്ടുന്നത്? ഞാൻ എന്തിനാ കൈകൊട്ടുന്നതെന്ന് വെച്ചാ ഈ സിറ്റുവേഷനില് അങ്ങനെ ചെയ്താലേ കോമഡി വർക്കാവൂ. കണ്ണാ സാറേ, രാവിലെ തന്നെ ഇത്രയും സൗണ്ട് വെച്ചാൽ എങ്ങനെയാ സാറേ? എനിക്ക് ജോലി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് മ്യൂസിക് സിസ്റ്റത്തിൽ വെച്ച സൗണ്ട് ഒന്നും അല്ല, എന്റെ മുത്തച്ഛൻ ഉണ്ടാക്കിയ ടൈം മെഷീനിൽ നിന്ന് വന്ന സൗണ്ടാണ്. എങ്ങനെയുണ്ട്? കണ്ണാ സാറേ, ഈ ടൈം മെഷീൻ എന്ന് വെച്ചാൽ എന്താണ്? നല്ല വൈദ്യന്റെ അടുത്ത് പോയില്ലെങ്കിൽ അമ്പലത്തിൽ പോകാതെ ദൈവത്തെ കാണാം. ഈ മെഷീനിൽ കയറിയാൽ ഫ്യൂച്ചറും പാസ്റ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെയുണ്ട്? യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഈ മെഷീൻ സ്റ്റാർട്ടായി. മുത്തച്ഛന്റെ കണ്ടുപിടുത്തം ഹിറ്റായി. അല്ല, അവരൊക്കെ ഇവിടെ. സർദാർ, അടിപൊളി. എന്ത് നല്ല സ്ഥലമല്ലേ? എനിക്കെന്തോ നമ്മള് സ്വർഗത്തിൽ എത്തിയെന്നാ തോന്നുന്നത്. സ്വർഗത്തിലോ? അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ തട്ടിപ്പോയ കൊച്ചളിയാ. യഥാർത്ഥ സ്വർഗലട കഴുതേ, സ്വർഗത്തെ പോലെ, സ്വർഗത്തെ പോലെ. ഹണി, എനിക്ക് വേണ്ടി കുറച്ച് ചോക്ലേറ്റ് എടുത്തോണ്ട് വരാവോ? ഇപ്പൊ കൊണ്ടുവരാം. ഇതില് കയറിയത് കൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇത് ഫ്യൂച്ചർ ആണ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സ്മാർട്ട് കാർഡ് അത്യാവശ്യമാണ്. എന്റെ ശരീരത്തിൽ സ്മാർട്ട് കാർഡ് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചോക്ലേറ്റ് കിട്ടും. വാവ്, എന്ത് രസമാണല്ലേ! അടിപൊളി സ്ഥലം തന്നെയാണ്. ഇവിടെ മരം പോലും സംസാരിക്കുകയാണ്. ഓഹോ, പക്ഷേ നമ്മുടെ കയ്യിൽ സ്മാർട്ട് കാർഡ് ഒന്നും ഇല്ലല്ലോ. ഇവിടെ നോട്ടൊന്നും മാറാൻ പറ്റില്ല. ഓൺലി ഡിജിറ്റൽ പേയ്മെന്റ്. എന്റെ കയ്യിൽ ഡിജിറ്റൽ പേയ്മെന്റ് ഒന്നുമില്ല. വേണമെങ്കിൽ ഡിജിറ്റൽ വാച്ച് തരാം. വരട്ടെ. ഞാൻ മുകളിൽ പോയി പറിച്ചാല് ഇതിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കഴിയുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. ഈ സ്ഥലത്രക്ക് ശരിയല്ല. നമുക്ക് വേഗം ഇവിടുന്ന് സ്ഥലം വിടാം. പറഞ്ഞാ കേക്ക്. വേണ്ട വേണ്ട, പറയുന്നത് കേക്ക്. എടാ, നമ്മൾ വന്നിരിക്കുന്നത് ഫ്യൂച്ചറിലേക്കാണ്. ഇപ്പൊ ഇവിടെ വന്നതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ എല്ലാ സന്തോഷങ്ങളും അറിയണം. സത്യത്തിൽ ഇത് നല്ല രസമുള്ള സ്ഥലം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഫ്യൂച്ചർ അടിപൊളി തന്നെയാണ്. അങ്ങോട്ട് നോക്കടാ, ഇവിടെ കാടില്ലാതെ ഒന്നും തന്നെ നടക്കില്ല. സത്യം പറഞ്ഞ എനിക്കിപ്പോ വല്ലാതെ വിശക്കുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ കാർഡൊന്നും ഇല്ലല്ലോ കിട്ടി. കിറ്റിയെ കൊണ്ട് കാട് കഴിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ കിറ്റി? എന്തെങ്കിലും ചെയ്യണം. ബുദ്ധി ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്തോ. അത് എന്റെ കയ്യിലില്ലല്ലോ. പോപ്പട്ട്, ഏതെങ്കിലും കസ്റ്റമർ കടക്കകത്ത് പോവാണെങ്കിൽ അവരുടെ പിറകെ നീയും പറന്നു പോണം. അവർ തിരിച്ചു വരുമ്പോ എന്തെങ്കിലും കഴിക്കാനായിട്ട് നീ കൊണ്ടുവരണം. എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഓക്കേ.
എടേ നിന്റെ ഒന്നിനും കൊള്ളാത്ത വൃത്തികെട്ട ഐഡിയ കാരണം നമ്മൾ എല്ലാവരും ഇന്ന് കുടുങ്ങുമായിരുന്നു, മനസ്സിലായോ? എടാ കിറ്റിക്ക് വല്ലാതെ വിശക്കുക. നിങ്ങളെ കൊണ്ട് ഒന്നിനും കഴിയില്ല. ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. എന്തുവാണ് ഇത്? ഇതൊരു വല്ലാത്ത സ്ഥലമാണല്ലോ. ഇവിടെ ആകാശത്ത് കാറും ബൈക്കും ഒക്കെ പറക്കുവാണല്ലോ. അപ്പൊ ഈ പ്ലെയിൻ എതിരെ കൂടെ പോകും. ഓയ്, യാ, ഏയ്, ഓയ്, ഓയ്ഷ്, 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 ഈ, ഓയ്ഷ്, ഓയ്ഷ്, ഓയ്ഷ്. ഓയ്ഷ്, മുകളിൽ ഇരിക്കുന്ന ആളെ എന്നെ ഒന്ന് രക്ഷിക്കണേ. ഞാൻ തരേണ്ടതൊക്കെ കാണിക്കപ്പെട്ടില്ലെങ്കിൽ ഇട്ടോളാം, മനസ്സിലായോ? ഓയ്, ഓയ്. അവന്റെ ഒരു കാര്യം, മുകളിൽ പോകുമ്പോ ബിരിയാണിയല്ലേ കിട്ടാൻ പോകുന്നത്, അവിടെ ഒന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല. ഇവിടെ കാടില്ലെങ്കിലേ കാറ്റ് പോലും ഫ്രീ ആയിട്ട് കിട്ടില്ല. ഓ വാവ്, എത്ര രസമുള്ള പൂച്ചകളാ. ഇവന്റെ ഒക്കെ ഉള്ളിൽ മെഷീൻ പറ്റിയത്. നമുക്ക് കേറ്റ് കാർ ഉണ്ടാക്കിയാലോ? കൊച്ചളിയ, ഇവര് നമ്മളെ കാറാക്കി മാറ്റാൻ പോവാ. അതിന് നീ എന്തിനാ സന്തോഷിക്കുന്ന കഴുതേ? നമ്മളെ അവര് മെഷീൻ ആക്കി നമ്മുടെ ഉള്ളിൽ പെട്രോൾ ഒഴിക്കും. ഇല്ല, ഞങ്ങളുടെ ഈ സിറ്റിയിൽ പെട്രോൾ എന്ന് പറയുന്ന സംഭവമേ ഇല്ല. ആ കൊണ്ടുപോയിക്കോ, ഈ മരമണ്ടനെ കൊണ്ടുപോയിക്കോ. ഇവന്റെ ആവശ്യം തന്നെ ഞങ്ങൾക്കില്ല. ഓടിക്കോ. അളിയാ, ഇവര് സീരിയസ് ആണെന്ന് തോന്നുന്നേ. വിട്ടോ, വേഗം ഓട്. അവന്മാര് നമ്മുടെ പുറകെ പറക്കുകയാണ്. ഈ ഫ്യൂച്ചർ വളരെ അപകടം പിടിച്ച പോകുന്നു തന്നെയാ. ഇങ്ങോട്ട് വന്ന് നിക്കടാ. രക്ഷപ്പെട്ടു. പോകാം വാ. എടേ, ഇതെന്തായാലും കുറച്ച് അപകടം പിടിച്ച സ്ഥലം തന്നെയാ. കാറൊക്കെ പറക്കുക. എന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റ പാട് എനിക്കേ അറിയൂ. വേഗം എവിടുന്ന് പോവാ, വാ. നീ കാറിൽ നിന്നാ രക്ഷപ്പെട്ടത്, ഞങ്ങൾ കാറാക്കി മാറ്റുന്നതിൽ നിന്നാ രക്ഷപ്പെട്ടത്. അതേടാ, ആ പിള്ളേരിൽ നിന്ന് രക്ഷപ്പെടാൻ പെട്ട പാട് ഞങ്ങൾക്ക് അറിയൂ. അവന്മാര് നമ്മളെ വിടും തോന്നില്ല. വേഗം ഇവിടുന്ന് പോവാം. ഓടിക്കോ. എടാ, ആദ്യം റിമോട്ട് എന്റെ കയ്യിൽ താ, എന്നാലേ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റൂ. വേഗം താ. ഇല്ല, ഈ റിമോട്ട് ഞാൻ നിനക്ക് തരില്ല. ഞാൻ ചോദിക്കുമ്പോഴൊക്കെ നീ ടി വി റിമോട്ട് തരാറില്ലല്ലോ. അതുകൊണ്ട് ഈ റിമോട്ട് ഞാനും തരില്ല. എടേ, വേഗം റിമോട്ട് കൊടുക്കടാ. നീ വിചാരിക്കുമ്പോൾ ഇത് ടിവിയുടെ റിമോട്ട് ഒന്നും അല്ല, ടൈം മെഷീന്റെ റിമോട്ടോ, മനസ്സിലായോ? ഞാൻ കൊടുക്കില്ല. ഫ്യൂച്ചറിലേക്ക് കൊണ്ടുവന്ന ഞാൻ തന്നെയല്ലേ. ഞാൻ തന്നെ തിരിച്ചു കൊണ്ടുപോക്കോളാം. ഓ, എന്താ ചെയ്യാ, ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും അവന്മാരുടെ കൈ കൊടുങ്ങും. കൊച്ചളിയ, ഏത് ബട്ടനാ അമർത്തേണ്ടേ? എടാ മണ്ട, ആ റിമോട്ടിങ് താടാ, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നീ ഇവിടെ കിടക്കേണ്ടി വരും. എന്താ ഇത്? ഇത്രയും നേരം നിങ്ങൾ എല്ലാവരും എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്ന് അറിയാമോ നിങ്ങൾക്ക്? മാഡം, ഞങ്ങൾ ഈ ടൈം മെഷീനിൽ കയറിയതുകൊണ്ട് ഫ്യൂച്ചറിലേക്ക് തന്നെ പോയി മാഡം. ഹണി, നീ ഇങ്ങനെ മണ്ടത്തരങ്ങൾ പറയുന്നത് ഇനിയെങ്കിലും ഒന്ന് കുറച്ചുവിടെ. അല്ല മാഡം, അവൻ പറയുന്നത് സത്യമാണ്. സത്യമല്ലാതെ വേറൊന്നുമല്ല. എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ കാറെല്ലാം ആകാശത്തിലാണ് പറക്കുന്നത് എന്നല്ലേ നിങ്ങൾ പറയാൻ പോകുന്നത്? അവിടെ മരത്തിൽ പോലും ചോക്ലേറ്റ് ഉണ്ടാവും അല്ലേ? സീരിയൽ കാണാതെ സ്ത്രീകൾക്ക് ദിവസം ഉറങ്ങാനും കഴിയില്ല,
ഇവര് പറയുന്ന സത്യം നിങ്ങൾക്ക് വിശ്വസിക്കാനും കഴിയില്ല. എന്താ ഞാൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ മാഡം? കണ്ണ സാറേ, ഞാനത് ഒരിക്കലും വിശ്വസിക്കില്ല. സിനിമ കണ്ടാൽ മനസ്സിലുണ്ടാകും കിക്ക്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ മെഷീനിൽ ഒന്ന് കേറിയിരിക്കേ. ഓക്കേ, ശരി എന്നാ ലെറ്റ്സ് ട്രൈ. വേണ്ട, വേണ്ട.